സംഗമം ഗ്രാമമാധവൻ ഇരിങ്ങാലക്കുടക്കാരൻ എന്ന് പറഞ്ഞാൽ ഇരിങ്ങാലക്കുട കൂടൽ എന്നുള്ള വാക്കൊന്നും പ്രയോഗിച്ചില്ല. സംഗമ ഗ്രാമം എന്നാണ് പ്രയോഗിച്ചത്. മാധവൻ്റെ ശിലയിൽ മാധവശിലയിൽ എഴുത്തിനിരിക്കുക, മാധവശിലയിൽ എഴുതിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിലാണ് മാധവൻ പുതിയ കൃത്യതയായിട്ടുള്ള കണക്ക് കൂട്ടാനുള്ള പൈയുടെ മൂല്യം കണ്ടെത്താനുള്ള അനന്ത ശ്രേണി ഉണ്ടായിരിക്കുക. കണക്ക് കൂട്ടി കണ്ടെത്തുന്ന സ്ഥാനത്തായിരിക്കില്ല വാസ്തവത്തിൽ ആ ഗ്രഹങ്ങൾ ഉണ്ടാവുക. ഈ മാധവനൊപ്പം തന്നെ കേരളത്തിലെ ഗണിതശാസ്ത്ര പാരമ്പര്യത്തിൽ മറ്റുള്ളവരും ഉണ്ടാവുമല്ലോ. കുറച്ച് ഈ അറിയപ്പെടാതെ പോയ ഇങ്ങനെ ഉള്ള ആളുകളെക്കുറിച്ച് കൂടുതൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ, മലയാളത്തിൽ തന്നെ കൂടുതൽ പരിചയപ്പെടുത്താൻ ഇനി എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുക? രണ്ട് കാര്യമാണ്. ഒന്ന്, മാധവന് മുമ്പ്, മാധവൻ ഒരു സ്വയംഭൂവല്ല. മാധവന് മുമ്പേ കേരളത്തിലൊരു ഗണിത പാരമ്പര്യം. കേരളത്തിലെ ഗണിത പാരമ്പര്യം എന്ന് പറഞ്ഞാൽ വൈദിക പാരമ്പര്യമാണ്, വേദാംഗ ജ്യോതിഷമാണ്. വേദാംഗ ജ്യോതിഷത്തിന് ശേഷം സിദ്ധാന്ത കാലഘട്ടത്തിൽ സൂര്യസിദ്ധാന്തം, പിന്നെ എല്ലാ സിദ്ധാന്തങ്ങളുണ്ടായി, പഞ്ചസിദ്ധാന്തികയൊക്കെ ഉണ്ട്. പക്ഷേ അതിലേറ്റവും നിർണായകമായ കാര്യമെന്ന് പറയുന്നത് AD 4-ാം നൂറ്റാണ്ടിൽ വിക്രമാദിത്യൻ്റെ സദസ്സിലെ നവരത്നങ്ങളായി അറിയപ്പെട്ടിരുന്ന പണ്ഡിതനായിട്ടുള്ള വരരുചി കേരളത്തിലേക്ക് വരുന്നതാണ്. കേരളത്തിലെ വരരുചിയെക്കുറിച്ച് പൊതുസാമാന്യത്തിൽ പറയിപ്പറ്റ പന്തീര് കുലത്തിലെ അവരുടെ അച്ഛൻ എന്നുള്ള രീതിയിലാണ്. അത് കഥയായതുകൊണ്ട് അത് വരരുചി കേരള സമൂഹത്തിൽ വന്നിട്ട് എല്ലാ സമൂഹത്തിലെയും സ്വാധീനിച്ച ഒരു ചരിത്രത്തെയാണ് അങ്ങനെ ഒരു കഥയായി മാറിയത്. അതിലാദ്യത്തെ മകൻ വൈദിക പാരമ്പര്യത്തിലുള്ള, പിന്നെ അടുത്ത ഓരോരോ പാരമ്പര്യത്തിലുള്ള, സാധാരണ പാരമ്പര്യത്തിലുള്ളൊക്കെ ഉണ്ട്. ഈ പാരമ്പര്യത്തിനോടൊപ്പം തന്നെ കേരളത്തിൽ ഇന്നും അനുവർത്തിച്ചു പോരുന്ന ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനം വരരുചിയുടെ ചന്ദ്രവാക്യങ്ങളാണ്. വരരുചിയുടെ ചന്ദ്രവാക്യം എന്ന് പറഞ്ഞാൽ ചന്ദ്രനെ ആസ്പദമാക്കി ബാക്കി എല്ലാ ഗ്രഹങ്ങളെയും നിർണ്ണയിക്കാൻ സാധിക്കുന്ന 248 ചന്ദ്രവാക്യങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചു. അതിൻ്റെ എത്ര മിനിറ്റ്, എത്ര ഡിഗ്രി, എത്ര സെക്കൻഡ്, എത്ര മിനിറ്റിലാണെന്നുള്ളത് അതിന് അദ്ദേഹം ആവിഷ്കരിച്ച നൂതനമായ ഒരു ഗണിത സങ്കേതം കൊണ്ടുവന്നു. അതാണ് കടപയാതി എന്ന് പറഞ്ഞാൽ അക്കങ്ങളെ അക്ഷരങ്ങളാക്കി മാറ്റിയിട്ട് ഗണിതത്തെ സുന്ദര കാവ്യങ്ങളാക്കി മാറ്റുക. ആ കാവ്യത്തിനും അർത്ഥമുള്ള പ്രയോഗങ്ങളായിരിക്കും അതിനപ്പുറത്തൊരു ഗണിതം. ഇപ്പം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് ആയുരാരോഗ്യ സൗഖ്യം. ആയുരാരോഗ്യ സൗഖ്യം എന്നുള്ളത് കടപയാതിയിൽ ഡീകോഡ് ചെയ്താൽ എന്നാണോ വട്ടത്തിരിപ്പാട് നാരായണീയം എഴുതി തീർത്ത് ആ ദിനത്തിലെ കലിദിന സംഖ്യയാണ്. ഇപ്പോഴത്തെ ആൾക്കാർ നമ്മുടെ ജാതകത്തിൽ നമ്മുടെ ജന്മദിനം കലിദിന സംഖ്യയായിട്ട് കടപയാതിയിൽ എഴുതുന്നവരിക്കാനുള്ളൂ. പക്ഷേ എൻ്റെ ജാതകത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്. അത് നമ്മുടെ കേരള പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. ഈ പാരമ്പര്യമാണ് പിന്നെ ഭാരതത്തിൽ മൊത്തമുള്ള പോലെ തന്നെ കേരളത്തിലുണ്ടാക്കിയത്. അതിൽ ശരിക്ക് പിന്നീട് ഇതിൻ്റെ ഏറ്റവും പ്രധാനം ആര്യഭടനാണ്. ആര്യഭടൻ കേരളത്തിൽ ജനിച്ചില്ല എന്നൊക്കെ രണ്ട് അവകാശവാദം, അതൊന്നുമല്ല. പക്ഷെ കേരളത്തിലെ ഗണിതത്തെ സ്വാധീനിച്ചത്, ജ്യോതിശാസ്ത്രത്തെ സ്വാധീനിച്ചത് ആര്യഭടനാണ്. ആര്യഭടീയ സിദ്ധാന്തമാണ്. ആര്യഭടീയ സിദ്ധാന്തം ആര്യഭടൻ ആദ്യം എഴുതിയതിനെ മാറ്റിയത് അദ്ദേഹം കേരളത്തിൽ വന്ന് നടത്തിയ ചില ഗവേഷണങ്ങളാണ് എന്നും ഇന്ന് ഈ രംഗത്തെ പ്രമുഖരായിട്ടുള്ള അന്വേഷകർ പറയുന്നു. കാരണം അദ്ദേഹം എവിടെ നിന്നാണ്, കാരണം അർദ്ധരാത്രി സിദ്ധാന്തമായി ആദ്യം ദിവസം മാറുന്ന മുഴുവൻ അർദ്ധരാത്രിയിൽ, പിന്നെ ഉദയാൽ, ഇപ്പോഴും കേരളത്തിൽ ഉദയാൽ പരം എന്നാണ്, ഉദയത്തോടു കൂടി ദിവസം തുടങ്ങുന്ന ഇതിലേക്ക് മാറിയതൊക്കെ കേരളത്തിലെ ഈ പാരമ്പര്യത്തിലൂടെയാണ്. പിന്നെ അതിനുശേഷം അണമുറിയാതെ ഒരു 100 വർഷത്തിലാണ് അന്നൊക്കെ നമുക്കൊരാളെ കാണാൻ പറ്റുക. അദ്ദേഹത്തിന് ശേഷം 6-ാം നൂറ്റാണ്ട് 7-ാം നൂറ്റാണ്ടിൽ ഹരിദത്തിന് ശേഷം ഭട്ടതിരി, അത് കഴിഞ്ഞാൽ ശങ്കരനാരായണന് ശേഷം അങ്ങനെ കുറേ ആൾക്കാർ വന്നിട്ട് അപ്പോഴേക്ക് അതൊക്കെ ഭാരതത്തിൽ എവിടെ നോക്കിയാലും ഇങ്ങനെ ആൾക്കാരെ കാണാൻ സാധിക്കും. പക്ഷേ മാധവനോട് കൂടി കേരളത്തിലെ രൂപം മാറി. രണ്ട് രീതിയിലും അത് ഭാരതത്തിൽ മൊത്തം മാറി. അതിനൊരു സാമൂഹ്യ ചരിത്രപരമായ കാരണമുണ്ട്. 11-ാം നൂറ്റാണ്ടോടുകൂടി ഉത്തര ഭാരതം ഇസ്ലാമിക ഭരണത്തിന് കീഴിൽപ്പെട്ടു. നളന്ദ, തക്ഷശില,
വിക്രമശില എല്ലാം തകർന്നു. അങ്ങനെ ഉത്തരഭാരതത്തിലെ ജ്ഞാന കേന്ദ്രങ്ങളും ജ്ഞാന തപസ്വികളും എല്ലാം നാമാവശേഷമായി. അവരവിടെ സർവൈവൽ ഫോർ എക്സിസ്റ്റൻസ് ആയിരുന്നു. ആ സമയത്ത് ദക്ഷിണ ഭാരതത്തിൽ സാമാന്യം ഇത്തരം അതിക്രമങ്ങൾ ഉണ്ടായിരുന്നില്ല, വ്യവസ്ഥാപിതമായ ഭരണം ഉണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സംവിധാനങ്ങൾ ഇപ്പോൾ നമ്മൾ മാമാങ്കമൊക്കെ നടന്ന കാര്യമാണ്. അപ്പം മാഘമകമൊക്കെ അന്ന് ഏറ്റവും വലിയ അതിൻ്റെ ഈ നമ്മുടെ ചേരമാൻ പെരുമാൾക്കാൾ മുതൽ ഇതിനൊക്കെ പ്രോത്സാഹനം നൽകുന്ന വലിയ സംവിധാനം കേരളത്തിലുണ്ടായിരുന്നു. ഒരു 14-ാം നൂറ്റാണ്ട് 13-ാം നൂറ്റാണ്ടായപ്പോഴേക്ക് കുറച്ചുകൂടി സ്റ്റേബിളുമായിരുന്നു. നമ്മുടെ ഈ പ്രധാനപ്പെട്ട 3-4 രാജ്യങ്ങളായിട്ട് സ്റ്റേബിൾ രാജ്യങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ഇതിവിടെ തഴച്ചു വളർന്നത്. അതിൽ 2 മാറ്റമാണ്. ഒന്ന്, ഒരു കണ്ടിന്യൂറ്റി. മാധവരിൽ നിന്നും, അതായത് ഉത്തര ഭാരതത്തിൽ ഇസ്ലാമിക അഗ്രഷൻ ഉണ്ടായ സമയത്ത് ഇവിടെ അത് ആ ദീപനാളം അണയാതെ പ്രജ്വലമായി. പിന്നെ നമ്മുടെ കേരളത്തിലൊരു ഇസ്ലാമിക അഗ്രഷൻ ഉണ്ടായത് ടിപ്പുവിലൂടെയാണ്. ടിപ്പുവിൻ്റെ ആക്രമണത്തോടു കൂടി അത് അവസാനിച്ചു. അങ്ങനെ 1200 മുതൽ 1300 ഇദ്ദേഹത്തിൻ്റെ കാലം. 1700 അവസാനം 1800 ഏറ്റവും അവസാനത്തെ ആളെ അതുള്ളത്. അയാൾ അവിടെ നിന്ന് മലബാറിൽ നിന്ന് വന്നിട്ട് തിരുവനന്തപുരത്ത് അഭയം പ്രാപിച്ച ശങ്കരവർമ്മനാണ്. ആ കാലഘട്ടം ഒരു 500 വർഷം. ആ കാലഘട്ടത്തെയാണ് നമ്മൾ ഗണിതത്തിലെ കേരളീയ സരണി, കേരളീയ സ്കൂൾ എന്ന് പറയുന്നത്. അതിനെയാണ് ലോകത്തിൽ പറയുന്നത് ഗോൾഡൻ ഇറ ഓഫ് മാത്തമാറ്റിക്സ്. അതിൻ്റെ ഏരിയ കേരളമാണ്. കേരളം മൊത്തം പറയാൻ ഒരു ചെറിയ പ്രദേശമാണ്. അതിനുശേഷമാണ് യൂറോപ്പിൽ ഒരു ഗണിത ചിന്ത, മോഡേൺ ഗണിത ചിന്ത ഉണ്ടായത്. 17-ാം നൂറ്റാണ്ടിന് ശേഷമാണ്. അപ്പോൾ അതിന് ഒരു 200-300 വർഷം മുമ്പ് കേരളത്തിലിത് ഉണ്ടായി. അതിലേറ്റവും ഗണിതപരമായി പറയാച്ചാൽ അതുവരെ ഉണ്ടായിരുന്ന ഗണിതം, ലോകത്തിലെവിടെയുള്ള ഗണിതവും പരിമിത ഗണിതമായിരുന്നു, എണ്ണിത്തിട്ടപ്പെടുത്താവുന്ന ഗണിതം. അവിടുന്ന് അപരിമേയ ഗണിതം എന്ന് പറയും, ഇൻഫിനിറ്റ് മാത്തമാറ്റിക്സിലേക്ക് അത് പോയി. ഒപ്പം തന്നെ അത് വലിയ സംഖ്യയിലേക്ക് പോകുന്നതോടൊപ്പം തന്നെ ചെറിയ ഇൻ്റർവെല്ലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഇപ്പം മാത്തമാറ്റിക്കൽ അനാലിസിസ്, ഒക്കെ മോഡേൺ മാത്തമാറ്റിക്സിൻ്റെ ആധുനിക ഗണിതത്തിലേക്കുള്ള ഒരു പരിവർത്തനം മാധവനിലൂടെ ആരംഭിച്ചു. മാധവൻ്റെ ഗണിതത്തിൻ്റെ ഏറ്റവും പ്രത്യേകത, ആ കാലഘട്ടം മുതൽ നമ്മുടെ ഗണിതം നിലനിന്നിരുന്നത് ഫൈനൈറ്റ് മാത്തമാറ്റിക്സാണ്, എണ്ണിത്തിട്ടപ്പെടുത്താവുന്ന ഒരു ഗണിതമെന്ന് പറയാം. അവിടുന്ന് ഒരു ഇൻഫൈനൈറ്റ് മാത്തമാറ്റിക്സിലേക്ക്, ഒരു അപരിമേയ ഗണിതത്തിലേക്കുള്ളൊരു മാറ്റം. അവിടെയാണ് ഇൻഫിനിറ്റ് സീരീസുകൾ, ഇൻഡെഫിനിറ്റ് ഡെസിമൽസ് വരുന്നത്, ഏറ്റവും ചെറിയ ഡെസിമലുകൾ വരിക. അതെന്തിനാണെന്ന് വെച്ചാൽ ഇതിനൊരു കാരണം വേണമല്ലോ. നേരത്തെ ഒരു ചരിത്രകാരൻ ഞാൻ പറഞ്ഞു. പിന്നെ രണ്ടാമത് സോഷ്യൽ, നമുക്ക് പ്രധാനമായിട്ട് മുഹൂർത്തം കൃത്യമായിട്ട് ഗണിക്കുക എന്നുള്ളതാണ് എന്നും ഉള്ള പ്രശ്നമാണ്. അപ്പോൾ വലിയതിൽ ഗ്രഹണങ്ങൾ, പക്ഷെ ഗ്രഹണത്തെക്കാൾ ഓരോ നക്ഷത്രവും അല്ലെങ്കിൽ ഓരോ ഗ്രഹവും കൃത്യമായിട്ട് അവയുടെ സഞ്ചാരം അറിയുക. ആകാശത്തേക്ക് നോക്കിയാൽ എല്ലാം ഒരേ അകലത്തിലാണ്, ഓരോന്നിൻ്റെ അകലം കണക്കാക്കുന്നതിനനുസരിച്ചുള്ള വ്യത്യാസം. അപ്പോൾ ഇതാണ് ഈ കേരളീയ ഗണിതത്തിലെ മാറ്റം. അപ്പോൾ ആദ്യം ഭരരുചിയുടെ അല്ലെങ്കിൽ ആര്യഭടൻ്റെ ഗണിതത്തെ ഒരു 200 വർഷങ്ങൾക്ക് ശേഷം പരഹിത ഗണിതം എന്ന പേരിൽ ഹരിദത്തൻ അതിനെ ഡിസ്കാർഡ് ചെയ്ത് പുതിയ സിദ്ധാന്തം അവതരിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കണക്ക് കൂട്ടി കണ്ടെത്തുന്ന സ്ഥാനത്തായിരിക്കില്ല വാസ്തവത്തിൽ ആ ഗ്രഹങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ട് കാലക്രമത്തിൽ വീണ്ടും അതിന് ശുദ്ധീകരിക്കണം, കൃത്യത വരുത്തണം, എറർ കറക്ഷൻ വേണം. ഈ എറർ കറക്ഷൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരു സർക്കുലർ ഇതിലാണല്ലോ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ആ വൃത്തപരിധി, അവർ പോകുന്ന പരിധി അറിയണമെങ്കിൽ പൈ എന്ന മൂല്യമുണ്ട്. ചെറിയ വൃത്തം കണക്കാക്കുമ്പോൾ പൈ എന്ന് പറയുന്നത് അതിൻ്റെ വ്യാസത്തിൻ്റെ 3 ഇരട്ടിയാണ് ഏകദേശം, അല്ലേ? നമ്മളൊരു വളയൊക്കെ എടുത്തിട്ട് അളന്ന് നോക്കിയാൽ അതിൻ്റെ വ്യാസത്തിൻ്റെ 3 ഇരട്ടിയായിരിക്കും അതിൻ്റെ പരിധി. പക്ഷേ വീണ്ടും നോക്കുമ്പോൾ അതല്ല, അവിടെ ചെറിയ ഗ്യാപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ആര്യഭടൻ്റെ കാലത്തൊക്കെ 3.1428 അങ്ങനെയൊക്കെ കണ്ടെത്തിയിരുന്നു.
ആദ്യം മുതലൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം പൈയുടെ വിലയായിരുന്നു. പൈ എന്ന് പറഞ്ഞാൽ വൃത്തപരിധിയും വ്യാസവും തമ്മിലുള്ള ബന്ധം, അതിൻ്റെ സൂക്ഷ്മതയാണ് ഇവർ ഓടിയെത്തുന്ന സൂക്ഷ്മത കണ്ടെത്താനുള്ളത്. അങ്ങനെ കൃത്യതയ്ക്ക് വേണ്ടി വീണ്ടും ഇതിൽ കൃത്യത കൊണ്ടുവരും. പരഹിത ഗണിതം വന്നു, അത് കഴിഞ്ഞിട്ട് ഒബ്സർവേറ്ററി വന്നു. ശങ്കരനാരായണൻ്റെ കാലത്ത് 9-ാം നൂറ്റാണ്ടിൽ കൊടുങ്ങല്ലൂർ ഒബ്സർവേറ്ററി ഉണ്ടായിരുന്നു. അന്ന് കുലശേഖരൻ രണ്ടാമൻ്റെ കാലമാണ്. അദ്ദേഹം ഗണിതജ്ഞനായിരുന്നു. അങ്ങനെ ദക്ഷിണ ഭാരതത്തിൽ വലിയൊരു കേന്ദ്രമായിട്ട് ഈ മഹോദയപുരം, കൊടുങ്ങല്ലൂർ ഗുരുകുലം വന്നു. എനിക്ക് തോന്നുന്നു വീണ്ടും 1300കളിലാണ് നമ്മുടെ കേരളത്തിൻ്റെ മുഖച്ഛായ, നമ്മുടെ കൊച്ചിയൊക്കെ ഉണ്ടായ പ്രളയം ഉണ്ടായത്. അതേതോ ഒരു പ്രഡിക്ഷൻ്റെ പരാജയമായിരിക്കും. മഹോദയപുരം മുങ്ങിയത്, കൊച്ചി പൊങ്ങി വന്നത് ഒക്കെ ഏകദേശം നോക്കും. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജ്യോതിഷ നിർണയം തെറ്റിപ്പോയിട്ടുണ്ട്. കാരണം കേവലം ഗോളങ്ങളുടെ അല്ലെങ്കിൽ യാത്ര, അതുപോലെ തന്നെ ചന്ദ്രഗ്രഹണം, സൂര്യഗ്രഹണം പ്രഡിക്റ്റ് ചെയ്യൽ മാത്രമൊന്നുമല്ല, കാലാവസ്ഥ പ്രഡിക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ കാലാവസ്ഥയിൽ ഇത്രയും വലിയൊരു തെറ്റ് സംഭവിച്ചു. പ്രഡിക്ഷനിൽ അതിവർഷം ഉണ്ടായി. പെരിയാറിൻ്റെ രൂപം മാറി. പെരിയാർ അതിന് ശേഷമാണ് അതിൻ്റെ കോഴ്സ് ഓഫ് തന്നെ മാറിയത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ ഗണിതജ്ഞന്മാർ ചിന്തിച്ചിട്ടുണ്ടാവും. ആ കാലഘട്ടത്തിലാണ് മാധവൻ പുതിയ കൃത്യതയാർന്നിട്ടുള്ള കണക്ക് കൂട്ടാനുള്ള, പൈയുടെ മൂല്യം കണ്ടെത്താനുള്ള അനന്ത ശ്രേണി ഉണ്ടാക്കിയത്. പൈയുടെ മൂല്യം കണ്ടെത്താനുള്ള അനന്ത ശ്രേണി മാത്രമല്ല, അകലവും കണ്ടെത്തണം. ഇപ്പം നമ്മൾ ട്രിഗണോമെട്രി എന്ന് പറഞ്ഞാൽ ഒരു ത്രികോണമായിട്ട് കണ്ട്, ത്രികോണത്തിൻ്റെ ഉള്ളിലാണ് നമുക്ക് കുട്ടികൾക്ക്. ട്രിഗണോമെട്രി ഭാരതത്തിൽ ഉണ്ടായത് അകലം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. നക്ഷത്രങ്ങളുടെ അകലം, ഗ്രഹങ്ങളുടെ അകലം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള, അതിന് ആര്യഭട്ടൻ്റെ കാലം മുതലേ സൈൻ ടേബിളുണ്ട്. അതിന് കോജ എന്നാ പറയുക, ശര എന്ന് പറയുന്നതുകൊണ്ട്. എന്നാൽ ഈ ജായും കോജായും ഉണ്ടെങ്കിൽ ഇന്നത്തെ 6 ജോമെട്രിക് റേഷ്യോസും നമുക്ക് കണ്ടെത്താം. ഇത് രണ്ടും തമ്മിലുള്ള ഡയറക്റ്റ് റേഷ്യോ ആണ് ടാൻജൻറ്റ്, ചെരിവ്. ഇതിൻ്റെ 3ൻ്റെ റിവേഴ്സും നമുക്ക് എടുക്കാം. അതിനൊന്നും ആവശ്യം, ഈ പ്രധാനപ്പെട്ട ഈ കാര്യങ്ങൾ വെച്ചിട്ടാണ് ചെയ്തിരുന്നത്. അപ്പോൾ ആര്യഭടൻ്റെ സൈൻ ടേബിളിൽ വലിയ ഇൻ്റർവെല്ലാണ് ഉണ്ടായിരുന്നത്. അതിന് ചെറിയ 3 ഡിഗ്രിയുടെ ഇൻ്റർവെല്ലാക്കിയിട്ട് മാധവൻ അവതരിപ്പിച്ചു. അതും ഈ കടപയാതി സംവിധാനത്തിൽ ഉള്ള രസകരമായ കാവ്യരൂപേണ. അതിനും അദ്ദേഹം അനന്തശ്രേണിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ അനന്തശ്രേണികൾ കൊണ്ട് വില കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ, അത് പൈയുടെ വിലയാകാം, ആംഗിൾ, കോൺ എത്രയാണ്. ഇപ്പോൾ ഇന്ന് ടാൻ ഇൻവേഴ്സ് തീറ്റ കാണാനുള്ളത്, അതുപോലെ തന്നെ സൈൻ കാണാനുള്ളത്. എന്ന് പറഞ്ഞാൽ സൈൻ കാണാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഉയരം കാണാനുള്ളതാണ്. സാധാരണ ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പോൾ ഹൈപ്പോട്ന്യൂസ് അനന്തമായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഈ ഓപ്പോസിറ്റ് സൈഡ് എത്ര ഹൈറ്റിലാണ്, എത്ര അകലത്തിലാണ്, റേഡിയസ് കാണാൻ. അതാണ് കൊസൈൻ, കോജ. അപ്പോൾ ഈ കോജായും ജായും ഒക്കെ കാണാനൊക്കെയുള്ള ശ്രേണികൾ ഇദ്ദേഹം ഉണ്ടാക്കി. അങ്ങനെ വലിയ പ്രഡിക്ഷൻ. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ട് പുസ്തകത്തിൽ ശരിക്കും ചന്ദ്രവാക്യത്തെ നമ്മുടെ നേരത്തെ പറഞ്ഞ വരരുചിയുടെ ചന്ദ്രവാക്യത്തിൽ ആദ്യത്തെ മാറ്റം വരുത്തി അദ്ദേഹത്തിൻ്റെ ചന്ദ്രവാക്യം വന്നു. ആ ചന്ദ്രവാക്യത്തിൽ പിന്നെ സ്ഫുടചന്ദ്രാപ്തി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അയാൾ കറക്ഷൻ, അദ്ദേഹം തന്നെ കറക്ഷൻ നടത്തിക്കൊണ്ട്, എന്നാൽ അദ്ദേഹം അത്രയും പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ശിലാപാളിയെക്കുറിച്ച് നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ അദ്ദേഹം അവിടെ കിടന്നിട്ട് ആകാശത്തേക്ക് നോക്കിയിട്ട് നക്ഷത്രങ്ങളുടെ ചലനം നിരീക്ഷിച്ചിട്ട് ആണ് കണക്കാക്കുന്നത്. അപ്പോൾ നക്ഷത്രം എത്ര സഞ്ചരിച്ചു എന്നതെന്നാണ് ഇവർ കണക്കാക്കുന്നത്, എത്ര ഡിഗ്രി സഞ്ചരിച്ചു. അപ്പോൾ അതിൻ്റെ സമയം എടുത്തുകൊണ്ട് റിവേഴ്സ് കാൽക്കുലേഷനാണ്. അങ്ങനെ അവസാനം അദ്ദേഹത്തിൻ്റെ ഒരു തിസീസായിട്ട് വന്നു വേണു ആരോഹം. ചന്ദ്രൻ്റെ സ്ഥാനം രാവും പകലും വ്യത്യാസമില്ലാതെ കണ്ടെത്താനുള്ള സിദ്ധാന്തം അയാൾ ഉണ്ടാക്കി. അതാണ് അദ്ദേഹത്തിൻ്റെ വേണു ആരോഹം. അതനുസരിച്ച് ചന്ദ്രവാക്യങ്ങളുണ്ടാക്കി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അദ്ദേഹം മൗലികമായിട്ട് ചില ഗോളശാസ്ത്രത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയ ഗോളവിദ് എന്നാണ് അയാൾ അറിയപ്പെട്ടിരുന്നത്.
അപ്പോൾ ഗോളശാസ്ത്രം എന്ന് പറഞ്ഞാൽ സ്പെറിക്കൽ ജോമെട്രിയിൽ ഈ സൈൻ്റെയും കൊസൈൻ്റെയും ഈ സ്ഥാനങ്ങൾ കണ്ടെത്താൻ അദ്ദേഹത്തിൻ്റെ ഗവേഷണം ഉണ്ടായിട്ടുണ്ട്. ആ പുസ്തകം ലഭ്യമായിട്ടില്ല. അങ്ങനെ വാദം എന്നൊരു പുസ്തകം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് പലരും പിന്നീട് അത് കോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നും നിലനിന്ന് ഇന്നും ആൾക്കാർക്ക് ലഭ്യമായിട്ടുള്ള 3 പുസ്തകങ്ങൾ ഈ ചന്ദ്രവാക്യത്തിൽ തുടങ്ങി ചന്ദ്രവാക്യം, അതിന് ആധാരമായിട്ടുള്ള ലഗ്നപ്രകരണം, സ്ഫുടചന്ദ്രാപ്തി, വേണുആരോഹം, ഇത് ലഭ്യമായ പുസ്തകങ്ങളാണ്. പക്ഷേ അദ്ദേഹത്തിൽ അവസാനിച്ചില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ വടശ്ശേരി പരമേശ്വരൻ കുറച്ചും കൂടി വടക്കോട്ട് മാറിയിട്ട് ഇപ്പോൾ താലത്തിയൂർ തിരുനാവായക്കടുത്താണ് അദ്ദേഹം തിരുനാവായയിൽ മണപ്പുറത്ത്, തിരുനാവായ അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ജ്യോതിശാസ്ത്രപരമായിട്ട്. നമ്മുടെ ഭാരതത്തിലെ ജ്യോതിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന രേഖ, നമ്മൾ സമയരേഖ അല്ലെങ്കിൽ പ്രൈം മെറീഡിയൻ എന്ന് പറയുന്ന ഉജ്ജയിനി രേഖയാണ്. ഉജ്ജയിലൂടെ കടന്നു പോകുന്ന രേഖ. ഉജ്ജയിൽ അതുകൊണ്ട് മഹാകാലേശ്വരമൊക്കെ, കാലൻ്റെ ഈശ്വരൻ. അപ്പോൾ ഈ ഉജ്ജയിൻ രേഖ നമ്മുടെ ഇങ്ങനെ താഴേക്ക് പോയാൽ ഉത്തര ധ്രുവത്തിൽ നിന്ന് ദക്ഷിണ ധ്രുവത്തിലേക്ക് ഉജ്ജയിലൂടെ കടന്നു പോകുന്നു. അത് ഭൂമിയിലൂടെ ആണ് പോകുന്നത്. പിന്നെ കടലാണ്. കടലിൽ പതിക്കുന്ന പോയിൻ്റാണ് നമ്മുടെ പൊന്നാനി. അതുകൊണ്ടാണ് ആര്യഭടനും എല്ലാം ഇവിടെ വന്ന് ഗവേഷണം നടത്തിയത്. അവിടേക്ക് പിന്നീട് നമ്മുടെ കൊടുങ്ങല്ലൂരിൽ നിന്നും ഈ ഗണിത പാരമ്പര്യം മുഴുവൻ പൊന്നാനി ഏരിയ അല്ലെങ്കിൽ ഈ ചമ്രവട്ടം, പൊന്നാനി, ആലത്തിയൂർ, തൃക്കണ്ടിയൂർ പ്രദേശത്തേക്ക് മാറുന്നത് കാണാം. അപ്പോൾ ശങ്കരനാരായണൻ്റെ കാലത്തും ഗോവിന്ദ ഭട്ടതിരിയുടെ കാലത്തും അത് കൊടുങ്ങല്ലൂരായിരുന്നു. കൊടുങ്ങല്ലൂർ ആ കാലത്ത് നശിച്ചുപോയി, മഹാപ്രളയം വന്നു. അപ്പോൾ അതിന് തൊട്ടടുത്തുള്ള സ്ഥലത്തായ പ്രധാന വിദ്യാകേന്ദ്രമായിരുന്നു സംഗമഗ്രാമം. അന്ന് സംഗമഗ്രാമം, പന്നിയൂർ ഗ്രാമം, ശുഗപുര ഗ്രാമം എന്നുള്ള ഗ്രാമങ്ങളായിട്ടാണ് അറിയപ്പെട്ടത്. ഇന്ന് നമ്മളതിനെ പറയും ബ്രാഹ്മണ ഗ്രാമങ്ങൾ. ബ്രാഹ്മണ ഗ്രാമം എന്ന് പറഞ്ഞാൽ വിദ്യാകേന്ദ്രങ്ങൾ എന്നാണ് അർത്ഥം. ആ അർത്ഥത്തിൽ ഇതൊക്കെ വിദ്യാകേന്ദ്രങ്ങളായിരുന്നു. അപ്പോൾ ആ വിദ്യാകേന്ദ്രത്തിൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് അടുത്ത തലമുറ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉണ്ടായത് ഈ പ്രദേശത്ത് തന്നെ. അദ്ദേഹം അവിടുത്തെ വീട്ടിൽ ഗവേഷണം നടത്തിയിട്ടുണ്ടാവാം. അതിൻ്റെ തെളിവൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം അതൊരു വലിയ ഒബ്സർവേറ്ററി പോയിൻ്റാണ്. കാരണം ഈ കടലിലേക്ക് പോകുന്നതോടുകൂടി ഈ രേഖ മാറി. ഈ രേഖയെ നമ്മൾ അക്ഷാംശം, രേഖാംശത്തിന് വേണാരോഗത്തിൽ പറയുന്ന 2 പേരുകൾ, ഒന്ന് ദേശം മാറുന്ന രേഖാംശം വെച്ചിട്ടാണ്. അക്ഷാംശത്തിന് വേറൊരു പേരുണ്ട്. അപ്പോൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ അതേ പോയിൻ്റിൽ നിന്നാണ് വരുന്നത്. അത് 50 വർഷത്തോളം ഗ്രഹണങ്ങളെ വീണ്ടും നിരീക്ഷിച്ച് പരീക്ഷിച്ച് അദ്ദേഹം നിരവധി പുസ്തകങ്ങൾ, ലീലാവതിക്ക്, ആര്യഭടീയത്തിന് എല്ലാ ഭാഷയുണ്ടാക്കി ഇദ്ദേഹത്തെ സംശോധനം നടത്തി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ദൃഗ്ഗണിതം എന്നുള്ള പുസ്തകം, വടശ്ശേരി പരമേശ്വരൻ്റെ പുസ്തകം, ഇതിനെല്ലാം മാമാങ്കവുമായിട്ടും ബന്ധമുണ്ടാകും കേട്ടോ. അതും മാമാങ്കത്തിൽ ആണ് ഇതൊക്കെ അവതരിപ്പിക്കുന്നത്. വടശ്ശേരി പരമേശ്വരന് ശേഷം അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട് വരുന്നത് നീലകണ്ഠ സോമയാജിയാണ്. നീലകണ്ഠ സോമയാജി ആയപ്പോഴേക്കും അദ്ദേഹം ഒരു അതിഗംഭീര, വൈദിക പാരമ്പര്യം അദ്ദേഹത്തിനുണ്ട്. ഒപ്പം അയാൾ തൃക്കണ്ടിയൂരുകാരനായിരുന്നു. അതുപോലെ തന്നെ ഗണിത പാരമ്പര്യം. അദ്ദേഹത്തിന് നിരവധി പുസ്തകമുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ ഏറ്റവും തന്ത്രസംഗ്രഹം, തന്ത്രഗ്രന്ഥം എന്ന് പറഞ്ഞാൽ തന്ത്രം, കരണം, അതുപോലെ തന്നെ 3 തരത്തിലുള്ള പുസ്തകങ്ങളാണ് ഉണ്ടായിരുന്നത്. തന്ത്രമാണ് തിയറി. ഈ തന്ത്രസംഗ്രഹം അതുവരെയുള്ള മുഴുവൻ കാര്യങ്ങളും, ആര്യഭടീയൻ, ഭാസ്കരൻ്റെ ലീലാവതി എല്ലാം എടുത്തിട്ടുള്ള ഒരു ബൃഹത് ഗ്രന്ഥമാണ്. ഇപ്പോൾ അത് പ്രിൻ്റഡ് കോപ്പിയിൽ 400-ലധികം ശ്ലോകങ്ങളുണ്ട്. അപ്പോൾ അത്രത്തോളം വ്യാഖ്യാനങ്ങളൊക്കെ ആയിട്ട് വലിയ പുസ്തകമായിട്ട് ഉണ്ട്. തന്ത്രസംഗ്രഹത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്ക് 2 പ്രമുഖ ശിഷ്യന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് ശങ്കരവാര്യർ. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണെങ്കിലും കാര്യമായിട്ട് അദ്ദേഹം എഴുതി ലീലാവതിക്ക് ഒരു വ്യാഖ്യാനമാണ് എഴുതിയത്, ക്രിയാകർമ്മകാരി. പ്ലസ് ഇതിന് ലഘു ഭാഷ്യമായിട്ട് തന്ത്രസംഗ്രഹത്തിനും എഴുതി. ഗംഭീര പുസ്തകങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത ശിഷ്യനായപ്പോഴേക്ക് ഇദ്ദേഹത്തിൻ്റെ ശിഷ്യൻ തന്നെയായിരുന്നു തുഞ്ചത്തെഴുത്തച്ഛൻ എന്ന് പറയുന്നു.
തുഞ്ചത്തെഴുത്തിൻ്റെ സമകാലീനായിട്ട് ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു ശിഷ്യനാണ് ജ്യേഷ്ഠദേവൻ. അവരും തൃക്കണ്ടിയൂരുകാരനാണ്, തിരൂർ തൃക്കണ്ടിയൂർ. അദ്ദേഹം 2 പ്രധാന പുസ്തകം, ഒന്ന് ഈ തന്ത്രസംഗ്രഹത്തിൻ്റെ മലയാളം എന്ന് പറയാൻ പറ്റില്ല, മലയാള വ്യാഖ്യാനം എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ഇതുവരെ ഉണ്ടായിരുന്ന പുസ്തകങ്ങൾക്കൊക്കെ അവസാനത്തെ റിസൾട്ടാണ് ഉണ്ടായിരുന്നത്. ഈ റിസൾട്ട് എത്തിയത് എങ്ങനെയാണ്, അതിൻ്റെ പ്രൂഫ് എന്താണെന്ന് പുസ്തകത്തിലുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മുടെ പാരമ്പര്യം ശിഷ്യൻ ഗുരു ശിഷ്യ ബന്ധം ഉണ്ടായതുകൊണ്ട് നേരിട്ട് അവർ പഠിപ്പിച്ചുകൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ ഒരു ടെസ്റ്റ് എന്ന രീതിയിൽ ആർക്കും ഏത് സമയത്തും ഈ പ്രൂഫ് കണ്ടെത്താൻ പറ്റുന്ന രീതിയിലാണ് ജ്യേഷ്ഠദേവൻ്റെ യുക്തിഭാഷ വന്നത്. യുക്തിഭാഷ അത് യുക്തിയാണ്, ഗണിത യുക്തി. ഗണിതത്തെ പറയുന്നത് യുക്തി എന്നാണ്. അപ്പോൾ ഗണിത യുക്തിയിലൂടെ ഓരോ സ്റ്റെപ്പും എങ്ങനെയാണ് ഡ്രൈവ് ചെയ്തു വരുന്നത്. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകം വന്നു. ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടാണ് അച്യുത പിഷാരടി വരുന്നത്. അച്യുത പിഷാരടി വന്നപ്പോഴേക്ക് ഈ ജ്യേഷ്ഠദേവൻ്റെ കാലത്തേക്ക് മലയാളം സ്റ്റാൻഡേർഡ് ഭാഷയായി. മഹാഭാരത രാമായണമൊക്കെ എഴുതിയ തുഞ്ചത്തെഴുത്തിന് അതേ സ്ഥലമാണ്. അതുകൊണ്ട് വേണുആരോഹത്തിന് വളരെ പ്രചാരം വന്നതുകൊണ്ട് വേണുആരോഹത്തിൻ്റെ മലയാളം എഴുതിയ ആളാണ് അച്യുത പിഷാരടി. അച്യുത പിഷാരടി ആയപ്പോഴേക്ക് വീണ്ടും അദ്ദേഹത്തിൻ്റെ സ്ഫുടനിർണയം എന്ന പുസ്തകമുണ്ട്. സ്ഫുടം എന്ന് പറഞ്ഞാൽ സ്ഥാനം. ഓരോ നമ്മുടെ അപ്പോഴേക്കും നമ്മുടെ സൗരയുധത്തെക്കുറിച്ചുള്ള മോഡേൺ കൺസെപ്റ്റൊക്കെ ഭാരതത്തിൽ ഉണ്ടായി തുടങ്ങിയിരുന്നു. ഓരോന്നിൻ്റെ സ്ഥാനം അതെങ്ങനെ കൃത്യമായിട്ടാക്കാം, എലിപ്റ്റിക്കൽ സിസ്റ്റം. അരിപണ്ട കാലത്തും തന്നെ സർക്കുലറായാണ് കേന്ദ്രം സൂര്യനാണെന്നൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെയും അതിന് റെക്ടിഫിക്കേഷൻ നടത്തി കാരണം ഈ പായിൽ വരുന്ന മാറ്റം കൊണ്ടാണ് ഇവരുടെ അകലം എത്ര അകലത്തിലാണ് എലിപ്റ്റിക്കലായി വരുന്നു. കാരണം ഒരേ സ്പീഡിലല്ല ഒരു ഗ്രഹം നീങ്ങുന്നത്. അപ്പോൾ ഒരേ സ്പീഡിലല്ല ഗ്രഹം നീങ്ങുന്നതെങ്കിൽ ഗ്രഹം ഒരു കൃത്യവൃത്തത്തിലൂടെയല്ല ഓടുന്നതൊക്കെ ഇങ്ങനത്തെ സിദ്ധാന്തങ്ങളിലേക്ക് എത്തി വളരെ കൃത്യമായിട്ടുള്ള ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലെ സൗരയുധ സങ്കല്പങ്ങളൊക്കെ അച്യുത പിഷാരടിയുടെ കാലയപ്പോഴേക്ക് അയാൾ അവതരിപ്പിച്ചു. അച്യുത പിഷാരടിക്കും ശേഷം ഏകദേശം ആ കാലഘട്ടത്തിൽ തന്നെയാണ് തൃശ്ശൂർ പുതുമന സോമയാജി വരുന്നത്. മാധവൻ്റെ അദ്ദേഹത്തിൻ്റെ സീരീസ്, അദ്ദേഹത്തിൻ്റെ ശ്രേണിയെ, ആ ശ്രേണിയിൽ മാധവൻ തന്നെ ഒരു കൺവെർജൻസി, അത് പെട്ടെന്ന് സംവ്രജനം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉത്തരത്തിലെത്താൻ വേണ്ടിയുള്ള ഒരു ടേമിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഒരു ശുദ്ധി സംശോധനം ചെയ്ത് അതിനെ വീണ്ടും അദ്ദേഹം മാറ്റിയിട്ട് വളരെ പെട്ടെന്ന് റാപ്പിഡ് കൺവെർജൻസ്, ഉത്തരം വളരെ പെട്ടെന്ന് എത്താവുന്ന പുതിയ സിദ്ധാന്തങ്ങളൊക്കെ കൊണ്ടുവന്നുള്ള പുതുമന സോമയാജി. ഇതെല്ലാം കമ്പയർ ചെയ്തുകൊണ്ട് അവസാനത്തെ ആൾ ശങ്കരവർമ്മൻ ഒരു വലിയ പുസ്തകം എഴുതി. ആ പുസ്തകത്തിൻ്റെ പേര്, ആ പുസ്തകം അദ്ദേഹം എഴുതിയത് കാലത്തിൻ്റെ നിയതി കൂടിയായിരിക്കും. അപ്പോഴേക്ക് കേരളത്തിലേക്ക് മലബാറിലേക്ക് ടിപ്പുവിൻ്റെ ആക്രമണം വന്നു. ഇവരൊക്കെ പലായനം ചെയ്യേണ്ടി വന്നു. ഇവരുടെയൊക്കെ കേന്ദ്രം എന്ന് പറയുന്ന നാവാമുകുന്ദ ക്ഷേത്രവും പിന്നെ ആലത്തിയൂർ കാവും ഒക്കെ ഇവരുടെ പടകുടീരങ്ങളായി മാറി. ഈ പ്രദേശം മുഴുവൻ നശിച്ചുപോയി. അങ്ങനെ ആ കാലത്ത് ഇവിടുത്തെ മലബാറിലെ രാജാവ്, കൊല്ലത്തെ രാജാവിൻ്റെ ഇളയ സഹോദരനായിരുന്നു ശങ്കരവർമ്മൻ. അപ്പുത്തമ്പുരാൻ എന്നാണ് പറയാം. അവരൊക്കെ പാലായനം ചെയ്തിട്ട് തിരുവിതാംകൂറിൽ അഭയം പ്രാപിച്ചു. ഇയാൾ ഭയങ്കര ജ്യോതിഷിയായതുകൊണ്ടും ഭാരതീയ ജ്ഞാനത്തിൽ ഭയങ്കര തൽപരനായിരുന്നു സ്വാതിരുന്നാൾ. അദ്ദേഹമാണ് ആദ്യം കോളേജ് തുടങ്ങിയത്. ആ കോളേജിൽ 5 വിഷയമായിരുന്നത്: ജ്യോതിശാസ്ത്രം, സംഗീതം, വാസ്തു, സംസ്കൃതം, പിന്നെ ഇംഗ്ലീഷ്. സ്വാതിരുന്നാൾ ഇംഗ്ലീഷും കൂടി തുടങ്ങി ആധുനിക കാലം. പക്ഷേ ഈ 4 ഭാരതീയ വിഷയങ്ങളുണ്ടായിരുന്നു. അതാണ് ഇന്നത്തെ കേരള യൂണിവേഴ്സിറ്റിയായി മാറിയത്. അപ്പോൾ ഇദ്ദേഹം അവിടുത്തെ വലിയ ജ്യോതിഷിയായി മാറി. അദ്ദേഹത്തിൻ്റെ മരണവും ഈ രാജാവിൻ്റെ മരണമൊക്കെ അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്തതൊക്കെ കൃത്യമായി എന്നാണ് പറയുന്നത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ 2 സംഭാവന, ഈ കേരളീയ ഗണിത പാരമ്പര്യത്തെ മുഴുവൻ അദ്ദേഹം ക്രോഡീകരിച്ചൊരു പുസ്തകം ഉണ്ടാക്കി. സദ് രത്നമാല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവരുടെ കുലദേവതയായിട്ടുള്ള ലോകനാർക്കാവ് അമ്മയ്ക്ക് സമർപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അതുകൊണ്ട് ഗണിത പാരമ്പര്യം അതിലൂടെ സ്ഥാപിക്കപ്പെട്ടു. മാത്രമല്ല
അദ്ദേഹത്തിലൂടെ അദ്ദേഹത്തിൻ്റെ സമ്പർക്കത്തിൽ വന്ന ഒരു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരനിലൂടെ അദ്ദേഹം പ്രേരിപ്പിച്ച് ഇത് ഇംഗ്ലീഷിൽ ആക്കിയിട്ട് CM വിഷ്, ചാൾസ് W വിഷ്, അത് ഏഷ്യാറ്റിക് സൊസൈറ്റിയിൽ 1832 അവതരിപ്പിച്ചു. അതേ 32 പിന്നെ മരിച്ചുപോയി. 35 പിന്നെ അത് അവരുടെ പ്രൊസീഡിങ്സിലൊക്കെ പ്രസിദ്ധീകരിച്ച് അന്ന് മുതലേ ഇത് ലോകത്ത് അറിയപ്പെടാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ ഒരു വലിയ ചരിത്രം ഇതിനുള്ളത്. ഈ നമ്മൾ മാധവഗണിത പുരസ്കാരങ്ങൾ അത് നൽകിയിട്ടുള്ളത് ഈ എത്ര പുരസ്കാരങ്ങൾ ഇതുവരെ നൽകി? ആർക്കൊക്കെയാണ് അറിയപ്പെടുന്നതാണ്? 2012 മുതൽ ഇപ്പോൾ 2025 വരെയുള്ളത് കൊടുത്തു. അപ്പോൾ 14 ആയില്ലേ. ആദ്യത്തത് കൊടുത്തത് C. കേശവൻ നമ്പൂതിരി. അദ്ദേഹം ഒരു ഗണിതാധ്യാപകനായിരുന്നു. അദ്ദേഹം കോഴിക്കോട്. അദ്ദേഹം സർവീസിന് പിരിഞ്ഞതിന് ശേഷമാണ് ഈ സംസ്കൃത സാഹിത്യത്തിലുള്ള ഗണിതത്തെക്കുറിച്ചും ശാസ്ത്രത്തെക്കുറിച്ചൊക്കെ പഠനം നടത്തിയത്, PhD ഒക്കെ എടുത്തത്. അദ്ദേഹത്തിൻ്റെ പല പുസ്തകങ്ങളും നമുക്ക് കേട്ടിട്ടുണ്ടാവും. ഭാരതീയ ശാസ്ത്രചിന്ത സീരീസ് ഉണ്ട്. ഗണിതം, ജ്യോതിശാസ്ത്രം, രസതന്ത്രം, ഫിസിക്സ്, അങ്ങനെ പ്രമുഖ മേഖലയിലെല്ലാം ഭാരതീയ ചിന്ത അവതരിപ്പിച്ചുകൊണ്ട് പോപ്പുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തിയ ഒരാളായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് ആദ്യത്തെ പുരസ്കാരം അദ്ദേഹത്തിനാണ് കൊടുത്തത് 12. രണ്ടാമത്തെ പുരസ്കാരം കൊടുത്തത് നമ്പൂരി സാറിനാണ്. മൂന്നാമത്തെ, അന്ന് കേരളത്തിലെ ആൾക്കാർക്ക് തന്നെ കൊടുത്തത്, മൂന്നാമത്തെ സമ്മാനം കൊടുത്തത് പണിക്കർ സാറിനാണ്. കാരണം ഈ രംഗത്ത് ചെയ്ത് പിന്നെയാണ് നമ്മൾ കുറച്ചും കൂടി വ്യാപകമായി ചിന്തിച്ചത്. പിന്നെ നമ്മൾ ലോകത്ത് ഇതിനെ എത്തിച്ചത് നമ്മുടെ ജോർജ് G. വർഗീസ് ജോസഫാണ്. അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം ഈ പുരസ്കാരം വാങ്ങുന്ന സമയത്ത് അദ്ദേഹം വന്നില്ല, അദ്ദേഹത്തിൻ്റെ ബ്രദറാണ് വന്നത്. പിന്നീട് അദ്ദേഹത്തിന് വേറെ ഒരു പരിപാടി അദ്ദേഹം വന്നു. അതിൽ കേരളത്തിൽ ഒരു സമയത്ത് വരാറുണ്ട്. അങ്ങനെ വന്നപ്പോൾ പിന്നീട് തിരുവനന്തപുരത്ത് വെച്ചിട്ട് അദ്ദേഹത്തിന് വീണ്ടും നൽകി. അപ്പോൾ ഇതിൽ കേരളീയ ഗണിതം മാത്രമല്ല, വേദഗണിതത്തിൻ്റെ പ്രചാരവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്വദേശിയുടെ ഈ കാര്യങ്ങളൊക്കെ വളരെ പോപ്പുലറൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ച ആളായിരുന്നു വിജയരാഘവൻ മാഷ്. പാലക്കാട് വിജയരാഘവൻ മാഷ്ക്ക് കൊടുത്തു. പിന്നെ ആധുനിക കാലഘട്ടത്തിൽ ഈ രംഗത്ത് ഗവേഷണം നടത്തിയിട്ടുള്ള ആളാണ് വെങ്കടേശ്വര പൈ, ഇപ്പോൾ പൂനെ ഐസറിലെ, അദ്ദേഹത്തിന് കൊടുത്തു. അതിന് മുമ്പ് ക്രമം തെറ്റിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇന്ന് ഭാരതത്തിൽ ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ നേതൃത്വം നൽകുന്ന വ്യക്തി ബോംബെ IITയിലെ രാമസുബ്രഹ്മണ്യൻ സാറാണ്. അദ്ദേഹത്തിന് കൊടുത്തു. കേരളത്തിലെ ഈ രംഗത്ത് സ്ഥായിയായിട്ട് നിന്ന ആളാണ് മല്ലയ്യ സാറ്. മല്ലയ്യ സാറിന് കൊടുത്തു. ഹരിദാസ് സാറിന് കൊടുത്തു. പിന്നെ ദേശീയ തലത്തിൽ തന്നെ നാഗപ്പൂരുള്ള നമ്മുടെ ശ്രീറാം ചൗദേവാലയ്ക്ക് കൊടുത്തു. കഴിഞ്ഞ വർഷത്തെ പുരസ്കാരം നൽകിയത് ഉത്തർപ്രദേശിലെ കൈലാഷ് വിശ്വകർമാജിക്കാണ്. ഈ വർഷത്തെ കൊടുത്തത് നമ്മുടെ തന്നെ ആദ്യം മുതൽക്കേ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ കൂടെയുള്ള ദേവരാജൻജിക്കാണ്. അങ്ങനെ ഒരു നീണ്ട പരമ്പര ഇതിലുണ്ട്. അപ്പോൾ ഇത്രയും ആൾക്കാർ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് സമൂഹത്തിൻ്റെ മുന്നിൽ കാണിച്ചു കൊടുത്തു. അപ്പോൾ നമുക്ക് പിന്നെ സംസ്കൃത സർവകലാശാലയിൽ ഗണിത ഡിപ്പാർട്ട്മെൻ്റ് ഇല്ല. അവരോട് MOU, അവരുടെ വലിയ പ്രശ്നം ഇതെങ്ങനെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞു, ഞങ്ങൾ അവാർഡ് കൊടുത്ത ആൾക്കാർ മുഴുവൻ അക്കാഡമിഷ്യൻസാണ്. ഇവർ തന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യും. അപ്പോൾ നമുക്ക് ഈ അവാർഡ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഇവരൊക്കെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചത് കൊണ്ട് യൂണിവേഴ്സിറ്റിക്ക് ഇപ്പോൾ സിലബസ് ഉണ്ടാക്കാനൊക്കെ വരുന്നുണ്ട്. ഈ മാധവ ഗണിത കേന്ദ്രവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പ്രവർത്തനങ്ങൾ ഭാവിയിൽ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? 2 പ്രവർത്തനം. ഒന്ന്, അക്കാഡമിക് രംഗത്ത് ഈ യൂണിവേഴ്സിറ്റിയിലും മറ്റ് യൂണിവേഴ്സിറ്റികളിലൊക്കെ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ പഠന ഗവേഷണം, ഒന്ന് കോഴ്സുകൾ ആരംഭിക്കുക, 2 പഠന ഗവേഷണങ്ങൾക്കുള്ള സഹായങ്ങൾ നൽകുക, 2 പോപ്പുലറൈസ് ചെയ്യണം. പോപ്പുലറൈസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഇത്രയും കാലം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് മാധവൻ്റെ ജന്മസ്ഥലം, അതിൻ്റെ ഒരു പൈതൃകം, അതിൻ്റെ ഗണിതത്തെക്കുറിച്ചൊന്നും നമ്മൾ പറയാറില്ല. ഇത്രയും വലിയൊരാൾ, ഇന്ന് ഐസക് ന്യൂട്ടൻ്റെ വീട് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇങ്ങനെ തന്നെ ഇരിക്കും. പക്ഷെ നമുക്ക് ലോകത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാൻ ആഗ്രഹമില്ലേ? ഈ അടുത്ത കാലത്താണ് നമ്മുടെ പല ആൾക്കാരുടെയും ജന്മഗൃഹങ്ങൾ, നേതാജിയുടെ ജന്മഗൃഹം നന്നാക്കിയെടുത്തു. അങ്ങനെ പലതും ചെയ്തു. അപ്പോൾ ഇതുപോലെ അദ്ദേഹത്തിൻ്റെ
ജന്മഗൃഹം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, പിന്നീട് അത് കണ്ടെത്തിയിട്ടുണ്ട്. അവരും തന്നെ കുറച്ചൊക്കെ നന്നാക്കി എടുക്കാൻ തുടങ്ങും. പണ്ട് അവർ അവിടെ ചെല്ലുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഇവിടെ ഒന്നും ആരുമില്ല എന്ന് പറയുന്നത്, അതൊക്കെ അവിടെ ചെല്ലുന്നതിന് ഭയങ്കര പേടിയായിരുന്നു. ഇപ്പോൾ അവരെന്നെ ഒക്കെ നന്നാക്കി, ആൾക്കാരവിടെ പോകുന്നു, നിരവധി വിദ്യാർത്ഥികൾ വരുന്നു, വിദേശത്തെ ആൾക്കാർ വരുന്നു. പല ആൾക്കാരും ടി വിയിലും ഇങ്ങനത്തെ പോഡ്കാസ്റ്റൊക്കെ കാണുമ്പോൾ ആവേശം വെച്ചിട്ട് ഇങ്ങോട്ട് വരുന്നു. ഒന്നതാണ്. രണ്ട്, മാധവൻ മാത്രമല്ല, ബാക്കി മുഴുവൻ നമ്മുടെ ഈ കേന്ദ്രങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെയെല്ലാം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇപ്പോൾ ചിലപ്പോൾ വീടുകളൊന്നും ഇപ്പോൾ നമുക്ക് നമ്മൾ നോക്കുമ്പോൾ വീടുകളില്ല, ഒരില്ലോ നമുക്ക് ഒരു വീടും അങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. പക്ഷേ സ്ഥലങ്ങളുണ്ട്. പച്ചുത പിഷാരടിയുടെ വീട് നിന്നിരുന്ന സ്ഥലം നമുക്കറിയാം. തൃക്കണ്ടിയൂർ അമ്പലത്തിൻ്റെ സമീപത്തുള്ള പിഷാരപ്പറമ്പ്. അവിടെ അടുത്ത കാലം വരെ അവരുടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ അർബണൈസേഷൻ്റെ ഭാഗമായി പോയി. എടവന ഇല്ലം നിന്നിരുന്ന സ്ഥലം നമുക്കറിയാം. അപ്പോൾ അവിടെയൊക്കെ ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ ആ ക്ഷേത്രങ്ങളോട് സമീപത്തോ ഒക്കെ ആയിട്ട് നമുക്ക് ആൾക്കാർക്ക് വന്നാൽ ഇവിടെ ആയിരുന്നു ഇങ്ങനൊരു മഹാൻ ഇന്ന കാലത്ത് ജീവിച്ചിരുന്നു എന്നും അവിടെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സംഭാവനകളൊക്കെ എഴുതി വെക്കുന്ന രീതിയിൽ ഒരു ഗണിത തീർത്ഥയാത്ര, ഒരു ഗണിത സർക്യൂട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യണം. കുട്ടികളെ അതിലൂടെ യാത്ര ചെയ്യിപ്പിക്കണം. കുട്ടികളെ കൂടുതൽ പഠിക്കാൻ, പുതിയ തലമുറയെ പഠിപ്പിക്കാൻ താല്പര്യം ഉണ്ടാവുക. അപ്പോൾ ഇവിടുത്തെ പ്രധാനമായിട്ടും സംസ്കൃത സർവകലാശാലയുടെ കേന്ദ്രത്തെ ഒരു ഇൻ്റർനാഷണൽ റിസർച്ച് സെൻ്ററാക്കി മാറ്റുക, എപ്പി സെൻ്ററാക്കി മാറ്റുക ഭാരതീയ ഗണിതത്തിൻ്റെ. അവിടെ റിസർച്ച് മാത്രമല്ല, സ്റ്റഡി വേണം, റിസർച്ച് വേണം, റെഫറൻസ് വേണം, എല്ലാം വേണം. രണ്ട്, ഇത്തരത്തിലുള്ള അതിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൽ അഭിമാനം കൊള്ളുന്ന സമൂഹത്തെ സൃഷ്ടിക്കണം. വേറൊരു അക്കാഡമിക് ആക്ടിവിറ്റി അല്ല ഇത്. മാധവഗണിതം തുടങ്ങിയ മുതലേ ചെറിയ അക്കാഡമിക് ആക്ടിവിറ്റി തുടങ്ങി. പക്ഷേ അതിലേറെ നമ്മൾ ഫോക്കസ് ചെയ്തത് ഒരു കൾച്ചറൽ ഐഡൻറ്റിറ്റി, അതിൽ ആത്മാഭിമാനം ഉണ്ടാക്കി. ആത്മാഭിമാനം ഉണ്ടായാൽ നാളെ പുതിയ തലമുറ വരും. അപ്പോൾ അത് ചെയ്യാം. മാധവൻ്റെ വീണ്ടും പണ്ട് സ്വദേശി തുടങ്ങിയ കാര്യം നമ്മൾ 2 വർഷം മുമ്പ് ചെറുതായിട്ട് തുടങ്ങി. മാധവൻ്റെ മാധവശിലയിൽ എഴുത്തിനിരുത്തുക, മാധവശിലയിൽ എഴുതിക്കൊണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പവിത്രത, ആ ആചാര്യൻ്റെ ഒരു എന്താ പറയുക തിരുശേഷിപ്പല്ലേ. അപ്പോൾ അതൊരു പാരമ്പര്യത്തിൻ്റെ അവിടെ അതിനെ ആ ക്ഷേത്രത്തെയും ആ സ്ഥലത്തെയും ആ രീതിയിൽ ഇതാക്കുക. തൃക്കണ്ടിയൂരും തുഞ്ചൻ പറമ്പൊക്കെ എങ്ങനെയാണോ അതുപോലെ ഈ മേഖല ഡെവലപ്പ് ചെയ്യണം. ബാക്കി എല്ലാ സ്ഥലങ്ങളും ഐഡൻറ്റിഫൈ ചെയ്യണം. കൂടുതൽ ആൾക്കാർ ഈ പഠനം നടത്തണം. അങ്ങനെയുള്ള വ്യത്യസ്തമായ കാര്യങ്ങളാണുള്ളത്. ഈ രംഗത്ത് ആരൊക്കെ പ്രവർത്തിക്കുന്നു അവരെല്ലാം ഏകോപിപ്പിക്കണം. ഇപ്പോൾ 2 കോളേജുകൾ ഈ ഇരിങ്ങാലക്കുട സമയത്ത് 2 പ്രധാന അവിടുത്തെ 2 കോളേജിലും മലയാളം ഡിപ്പാർട്ട്മെൻറ്റും തമ്മിൽ ഈ വിഷയത്തിൽ നിരവധി കാലം തർക്കമുണ്ടായിരുന്നു, ഇദ്ദേഹത്തിൻ്റെ ഇല്ലപ്പേരിനെ സംബന്ധിച്ച്. അപ്പോൾ ഇല്ലപ്പേരിനെ കുറിച്ച് 2 അഭിപ്രായം വന്നിട്ട് ഈ 2 ഇല്ലല്ല എന്ന് പറയേണ്ട, എവിടെയും ഒന്നും ഉറപ്പിക്കേണ്ട. ആങ്കറിങ് എന്ന് പറയില്ല നമ്മൾ, നങ്കൂരോടെ സമ്മതിക്കാതിരിക്കുക. ഇരിഞ്ഞാറ വള്ളിയാണ്, ഇരിഞ്ഞാറ പള്ളിയാണ്, വള്ളി പള്ളി എന്നൊക്കെ പറഞ്ഞു അനാവശ്യമായ ചർച്ചയാണ് 2 ഡിപ്പാർട്ട്മെൻറ്റ് 2 കോളേജുകളുടെ ഇതുണ്ടാക്കിയിരുന്നത്. ഇപ്പോഴും വീണ്ടും ആ വിവാദം ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. സംഗമ ഗ്രാമം എന്ന് പറഞ്ഞാൽ കൂടൽ ആണ്. കൂടൽ ഗ്രാമമുണ്ട്, കൂടല്ലൂരുണ്ട്. കാരണം കൂടല്ലൂരായിരുന്നു ബാക്കി എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ എടപ്പാളിനടുത്ത്. അപ്പോൾ സംഗമ ഗ്രാമം മാധവൻ്റെ ജന്മസ്ഥലം ഇരിങ്ങാലക്കുടയല്ല, പുതിയ വാദമാണ്. സംഗമ ഗ്രാമം മാധവൻ ഇരിങ്ങാലക്കുടക്കാരൻ എന്ന് പറഞ്ഞാൽ ഇരിങ്ങാലക്കുട എന്നോ കൂടൽ എന്നുള്ള വാക്കൊന്നും പ്രയോഗിച്ചില്ല, സംഗമ ഗ്രാമം എന്നാണ് പ്രയോഗിച്ചത്. സംഗമ ഗ്രാമം എന്ന് പറയുന്നത് ഇരിങ്ങാലക്കുടയാണ്, സംഗമേശ്വരൻ്റെ. ഇന്ന് കൂടൽ എന്നറിയപ്പെടുന്ന ഗ്രാമത്തിൻ്റെ പേര് പന്നിയൂർ ഗ്രാമമാണ്. എടപ്പാളിനപ്പുറത്ത് പന്നിയൂർ ഗ്രാമമാണ് അന്നത്തെ. ബാക്കിയുള്ളവരൊക്കെ പന്നിയൂർ ഗ്രാമത്തിലും ശുഗപുരം ഗ്രാമത്തുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണ് ബാക്കിയുള്ള ആൾക്കാർ. അന്നങ്ങനെ പ്രയോഗം പ്രയോഗിക്കുക വെച്ചാൽ അവരൊക്കെ ആ ഗ്രാമക്കാരാണെങ്കിൽ ഞങ്ങളുടെ ഗ്രാമത്തിൽ തന്നെ നല്ല പറയാം. പക്ഷേ അയാൾ സംഗമ ഗ്രാമേശ്വരനാണ് എന്ന് അദ്ദേഹത്തിൻ്റെ പിന്തുണലൊക്കെ പറഞ്ഞത്. അപ്പോൾ അനാവശ്യമായ വിവാദങ്ങൾ, അപ്പോൾ വിവാദങ്ങളൊക്കെ ഒഴിവാക്കി പോസിറ്റീവായ കാര്യങ്ങൾ ആരൊക്കെ പ്രവർത്തിക്കുന്ന അവരെയൊക്കെ ഒരുമിച്ച് കൊണ്ടുവരിക. അപ്പോൾ ഈ മാധവ ഗണിത കേന്ദ്രത്തിലൂടെ ഇപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയിലെ അക്കാഡമിക് ബോഡിയിലൂടെയൊക്കെ ഇവരെല്ലാവരും തമ്മിൽ നല്ലൊരു ഒരു സഹകരണം, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ആൾക്കാർക്ക് ഉണ്ടാവാം.
അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അപ്പുറത്തേക്ക് അഭിപ്രായ ഐക്യം എവിടെയാണോ അവിടെ പ്രവർത്തിക്കുക. അപ്പോൾ ന്യാസിൻ്റെ പ്രവർത്തനമായിട്ടാണ് മാധവ ഗണിത കേന്ദ്രം ഉള്ളത്. ന്യാസിൻ്റെ പ്രവർത്തനവും യോജകത്തത്ര ദുർലഭ, അതായത് യോജിപ്പിക്കുക എന്നുള്ളതാണ് ഒരു കാര്യമായിട്ട് മുന്നോട്ട് പോകുന്നു.